കാസർഗോഡ് മഞ്ചേശ്വരത്ത് UDF വ്യാപകമായി കള്ളവോട്ടിന് ശ്രമം നടത്തുന്നതായി BJPയുടെ ആരോപണം. നാട്ടിലെത്താത്ത പ്രവാസി വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ UDF ശ്രമിക്കുന്നെന്ന് ആരോപിച്ച് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പ്രവാസി വോട്ടേഴ്സിന്റെ സ്ലിപ്പുകൾ UDF പ്രവർത്തകർ ശേഖരിച്ചതിന് തെളിവുണ്ടെന്ന് NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ പറയും. 2016 NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് തോറ്റത് 89 വോട്ടുകൾക്കായിരുന്നു. അന്ന് സ്ഥലത്തില്ലാത്ത പ്രവാസി വോട്ടുകൾ UDF പ്രവർത്തകർ പോൾ ചെയ്തത് ചൂണ്ടിക്കാട്ടി K. സുരേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചു. കള്ളവോട്ടിന്റെ രേഖകൾ കോടതിയിൽ ഹാജരാക്കിയെങ്കിലും അന്ന് UDF സ്ഥാനാർത്ഥിയായി മഞ്ചേശ്വരത്ത് വിജയിച്ച PV അബ്ദുൾ റസാഖ് മരിച്ചതോടെ K. സുരേന്ദ്രൻ കേസ് പിൻവലിച്ചു. നാളെ പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ എത്തും മുൻപാണ് BJP വീണ്ടും കള്ളവോട്ട് ആരോപണവുമായി രംഗത്തെത്തിയത്. 8000 പ്രവാസികളുടെ വോട്ടർ സ്ലിപ്പുകൾ UDF പ്രവർത്തകർ ശേഖരിച്ചിട്ടുണ്ടെന്നും മുസ്ലിം ലീഗ് ശക്തി കേന്ദ്രങ്ങളിൽ കള്ളവോട്ടിന് ശ്രമം നടക്കുന്നുവെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. വിദേശത്തു നിന്നുള്ള വോട്ടർമാർ അവരിവിടെ സ്ഥലത്തില്ലാത്തവരുടെ എല്ലാം സ്ലിപ്പുകൾ, ഒഫീഷ്യൽ സ്ലിപ്പുകൾ മുസ്ലിം ലീഗിന്റെ BLOമാർ വഴി അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല നിലയിലുള്ള പരിശ്രമമാണ് പരാജയം ഉറപ്പായപ്പോൾ ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും ചെയ്തതുപോലെ കള്ളവോട്ട് ചെയ്ത് ജയിക്കാം എന്ന് ലീഗ് കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മഞ്ചേശ്വരം, കുമ്പള, മംഗൾപാടി, ബോർക്കാടി പഞ്ചായത്തുകളിൽ കള്ളവോട്ട് നടക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ച പരാതി. മുസ്ലിം ലീഗിന് മാത്രം സ്വാധീനമുള്ള 33 ബൂത്തുകൾ കേന്ദ്രീകരിച്ചാണ് കള്ളവോട്ടിന് ശ്രമമെന്നും BJP നൽകിയ പരാതിയിൽ പറയുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുൻപേ തോൽവി ഭയന്നുള്ള നീക്കമാണ് BJPയുടേതെന്ന് UDF ആരോപിച്ചു. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.